ഈശോയുടെ അടുത്തിരിക്കുക. നിന്നെ തേടി വരുന്ന ഈശോയുടെ അടുത്ത്, നിന്നെ അന്വേഷിച്ച് നിനക്കൊരു ഉത്തരവുമായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ഈശോയുടെ അടുത്ത് പോയിട്ട് ശാന്തമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഈ ബാധ ഒഴിയാനുള്ള ഏറ്റവും നല്ല കാര്യം. ഈ ടെൻഷൻ, ഈ കൺഫ്യൂഷൻ, ഈ ആയിരം ചിന്തകൾ തലക്കകത്തോട് ഓടുന്നതൊക്കെ ഒരു സിംഗിൾ പോയിന്റിൽ ചെന്നെത്തണമെങ്കിൽ ആ സിംഗിൾ പോയിന്റ് ഈശോയാണ്. ഈശോയുടെ അടുത്തിരുന്നാലേ സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. കർത്താവ് നിന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതൊക്കെ കാണുന്നുണ്ട് കുഞ്ഞ്. നീ ഇന്ന് സങ്കടപ്പെട്ടതും ഇങ്ങനെ കുറേ ചിന്തകൾ തലക്കൂടെ ഓടി വന്ന് തലക്കിട്ട് 2 ഇടിയൊക്കെ ഇടിച്ചതൊക്കെ ഈശോ കാണുന്നുണ്ട്. ആൻഡ് ഹീ ഈസ് ലുക്കിംഗ് അറ്റ് യു. നിന്നെ സമാധാനപ്പെടുത്താൻ, നിനക്ക് ആശ്വാസം നൽകാൻ വേണ്ടി ഈശോ ഇവിടെ തന്നെയുണ്ട്. ജസ്റ്റ് ഗോ. ഈശോയുടെ അടുത്ത് പോയിരിക്കും. എല്ലാം ശാന്തമാവും. എല്ലാം ഈശോ ശാന്തമാക്കും. ശാന്തമാവുന്നവരെ അവിടുത്തെ സാന്നിധ്യം വിട്ടു പോകരുത്. ഒരു കുഞ്ഞു ഹോംവർക്ക് തരട്ടെ. യേശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ 48-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. നല്ല സുന്ദരമായൊരു കുഞ്ഞു വചനമാണ്. ഒന്നെടുത്ത് വായിക്കണേ. വായിച്ചിട്ട്